നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോട് എന്താ പറയുക ചാടി പടച്ച വണ്ടി എടുക്കണ്ട. ഈ ഏരിയയിൽ കോഴിക്കോടേക്ക് വന്ന ഈ ഒരു ലൈനിൽ തന്നെ 10-25 ഷോറൂമുണ്ട് യൂസർ കാറിൻ്റെ. എല്ലാ ഷോറൂമിൽ കയറിയിട്ട് റൈറ്റിൽ നമ്മൾ എല്ലാം കൊണ്ടും ബെറ്ററാണ് തോന്നുന്നത് മാത്രം മെട്രോ കാസിൽ വരിക ഡീൽ ചെയ്യാം. അപ്പം നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വണ്ടി പഴയ വണ്ടി ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നവരെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് പരമാവധി ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഒഴിവാക്കാന്നാണ് ഷിയാൽ പറയുന്നത്. ഒരു അരമണിക്കൂർ മുന്നേ ഒരു കസ്റ്റമർ വിളിച്ചു, ലേഡി കസ്റ്റമറെ വിളിച്ചേ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യൂസ്ഡ് കാസ് പരിചയപ്പെടുത്തുന്നത് കാലിക്കറ്റ് മെട്രോ കാസിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത, അതായത് മിനി ബൈപ്പാസ് റോഡിൽ കരിവണ്ണൂറാണ്. അപ്പോൾ ഇവിടെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ഷിയാലാണ്, മെട്രോ കാസ്. വെൽക്കം ഷിയാൽ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഏത് വണ്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? നമുക്കിത് ആദ്യം നെക്സോൺ തന്നെ തുടങ്ങാം. ഓക്കെ. അത് 2023 മോഡൽ 24 രജിസ്റ്റർ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേരിയന്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണറിൽ 19,000 കിലോമീറ്റർ വണ്ടി. വെറും 19,000 കിലോമീറ്റർ ആണ്. പെട്രോൾ വണ്ടി. പ്യൂർ എസ് ആണ് വേരിയന്റ്. അതായത് പ്യൂറിൽ 2 വേരിയന്റ് ഉണ്ട്. സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതുണ്ട്. ഇത് സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ GST ഓഫർ കഴിച്ചിട്ട് 11 ലക്ഷം റുപ്യാണ് കമ്പനിയിൽ ഓഫർ വരുന്നത്. മെട്രോ കാസിന്റെ റേറ്റ് 8,60,000. 8,00,000. അത് ചെറിയ രീതിയിൽ മാറ്റം ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഷോറൂമിൽ വന്ന് വണ്ടി കണ്ട് ഓടിച്ചു നോക്കി കമ്പനി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റേറ്റ്. നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ റെഡി ആണെങ്കിൽ കുറച്ചൊക്കെ ഒരു ബാർഗെയിൻ ചെയ്ത് തീർച്ചയായിട്ടും വിലയിലൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതെ. ഇപ്പൊ 2024 മോഡൽ സിംഗിൾ ഓണറാണ് വണ്ടി. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 19,000 റേറ്റ് ഒന്നുകൂടെ പറ. 8,60,000 കൊടുക്കും. അടുത്ത 2022 മോഡല് സ്ലാവിയ, ആലപ്പുഴ രജിസ്ട്രേഷൻ അല്ലേ? സിംഗിൾ ഓണർ ആണ്. 32,000 കിലോമീറ്റർ. സിംഗിൾ അല്ല, സോറി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 32,000 കിലോമീറ്റർ ഓടിയ. പിന്നെ സ്ലാവിയയിൽ ആംബിഷൻ വേരിയന്റ് ആണ്. ആംബിഷനിൽ 1 ലിറ്റർ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. 1 ലിറ്ററിൽ പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ ഇന്നലെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഈ സ്ക്വാഡിന്റെ തൊട്ടടുത്തുള്ള സ്ക്വാഡിന്റെ ഷോറൂമിൽ നിന്ന് സ്കാനിങ് ചെക്കപ്പ് എല്ലാം ചെയ്ത വണ്ടിയാണ്. യാതൊരുവിധ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുൾ A to Z ഹിസ്റ്ററി. അതുപോലെ തന്നെ 26 മാർച്ച് വരെ വാറണ്ടി ഉള്ള വെഹിക്കിളാണ്. അപ്പം നിങ്ങളെ ഭാഗത്തുള്ള ടെക്നീഷ്യൻ ഒരു തവണ ചെക്ക് ചെയ്താണ് കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമറിന് വേണമെങ്കിൽ മെക്കാനിക്കിന് കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് മാത്രം വണ്ടി എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്യാരണ്ടി പറയുന്ന സംഭവമാണ്. മെട്രോ കാസിൽ നിന്ന് വാങ്ങുന്ന വണ്ടിക്ക് ലൈഫ് ടൈം വാറണ്ടി വരുന്നത്. ഫ്ലഡ്, ടോട്ടൽ ലോസ് ഞങ്ങൾ ചെയ്യൂല. ഇടിച്ച് എയർബാഗ് പൊട്ടുക, വെള്ളം കയറിയ വണ്ടി എന്നീ വണ്ടി ഞങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യൂല. അത് നമ്മൾ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. സാർ ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് ഇവിടുന്ന് പുറത്ത് പോയി രണ്ടാമത് ഞങ്ങൾ വിളിച്ചെടുത്ത് തട്ടിയ വണ്ടിയാണ് പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് തിരിച്ചു കൊണ്ടുവരാം. സാർ എത്ര എമൗണ്ടിനാണോ വണ്ടി മെട്രോ കാസും പർച്ചേസ് ചെയ്തത് അതിൻ്റെ കൂടെ 50,000 രൂപ മെട്രോ കാസ് നഷ്ടപരിഹാരം കൊടുക്കും. ഫുൾ ഇത് ലൈഫ് ടൈം എഗ്രിമെൻ്റ് ആണ്. ഫുൾ വാറണ്ടി. ഇന്ന ഈ ഒരു സംഭവം ഒരു ഷോറൂമിനും പറയുന്നില്ല. ഞങ്ങൾ 50,000 തരാം, 1,00,000 തരാം, ആരും പറയുന്നില്ല. മെട്രോ കാസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പറയുന്ന ഒരു സംഭവം അതാണ്. വെള്ളം കയറൂല, ഇടിച്ച എയർബാഗ് പൊട്ടിയ വണ്ടിയല്ല, ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. ചോദിക്കണ്ട. കാരണം നമുക്ക് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് പേടിയാണ്. ഈ യൂസർ കാർ ഇപ്പൊ 19,000 കിലോമീറ്റർ ഓടിയിട്ടില്ല, 4,000 എന്താണ് ഇത്ര വേഗം കൊടുക്കുന്നതെന്ന്. അപ്പൊ പൊതുവെ എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്നതാണ് ആക്സിഡന്റ് ആണോ, വെള്ളം കയറിയിരിക്കണോ. അപ്പൊ ഇത് ഞാൻ ആദ്യം അങ്ങോട്ട് പറയാണ്, അങ്ങനത്തെ വണ്ടി മെട്രോ കാർസ് വിൽക്കൂല, വാങ്ങൂല്ല. ഒരു കസ്റ്റമർ കൊണ്ടുവന്നാൽ ഇത് വെക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കൂല. അതായത് ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള, ഫ്ലഡ്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഒരു വണ്ടിയും മെട്രോ കാർഡ്സിൽ ഇവർ സെല് ചെയ്യുന്നില്ല. അതെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കാനില്ല. അതെ. ഇപ്പൊ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഫാൻസി നമ്പറാണ് 6060. കസ്റ്റമർ മോഹവില കൊടുത്ത് വാങ്ങിയ സംഭവമാണ്. നമ്മളെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഷോറൂമിൽ വണ്ടിയുണ്ട്. എല്ലാവരും വില 1140, 11.45 OLX ആഡ് ഉണ്ട്. അതിന്റെ ഒരു വില കൂടെ നമ്മളെ വില വരുന്നത് 10,90,000 രൂപ. 10,90,000. OLX ധൈര്യമായിട്ട് എടുത്ത് നോക്കാം. ഏത് ഷോറൂമിനെ അപേക്ഷിച്ച് നമ്മളെ വണ്ടിക്ക് വില കുറവുണ്ട്. ഓക്കെ. 10,90 ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു മാറ്റം ചെയ്തു കൊടുക്കും. ഇതിലൊന്നും നോക്കില്ല. 2026 വരെ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. അത് കസ്റ്റമർക്ക് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാണെങ്കിൽ. അപ്പോൾ 2022 മോഡൽ ആലപ്പുഴ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ കണ്ടീഷനുള്ള വണ്ടിയാണ്. 10,90,000 വണ്ടി എടുക്കാം. അടുത്തത് ഷിയാല ഏതാ രജിസ്ട്രേഷൻ പറഞ്ഞ? കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി രജിസ്ട്രേഷൻ വെന്യൂ. നമുക്ക് ഇതിന്റെ ആദ്യം ഇതിന്റെ പോസിറ്റീവ് പറയാം. ഒരു ഡീസൽ വണ്ടി എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് എപ്പോഴും മൈലേജ് നോക്കാം. വണ്ടി ഡീസലാണ്. ഇത് ഡീസലാണ്. 2022 മോഡലാണ്. 1.4 എഞ്ചിനാണ്. ഏറ്റവും കുറഞ്ഞത് 20 മുതൽ 24 വരെ ഗ്യാരണ്ടി മൈലേജ് കിട്ടും. എഴുതി ഒപ്പിട്ടോ. കാരണം ഞങ്ങൾ ഈ വണ്ടിയൊക്കെ കരുനാഗപ്പള്ളി ടു കോഴിക്കോട് ഓടി വരുന്ന വണ്ടിയാണ്. അവിടെ നിന്ന് റൺ ചെയ്ത് വരുന്ന വണ്ടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കറക്റ്റ് ഞങ്ങൾ പറയും. അത്യാവശ്യം മൈലേജ് ഉണ്ട്. അതെ.
നോർമൽ ഒരു അമേസ് എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെ എല്ലാം കൊണ്ട് വേർത്തായിരിക്കും. പിന്നെ സൺറൂഫ് ഉണ്ട്. മിനി SUV എന്ന് തന്നെ പറയാം. 22 മോഡൽ വെന്യൂ, 63,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണറാണ്. ഇതുവരെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് ഹിസ്റ്ററി പോയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഉണ്ട്. ഇൻഷുറൻസ് തീരാറായിട്ടുണ്ട്. ഇൻഷുറൻസ് നമുക്കൊരു വർഷത്തേക്ക് എടുത്തു കൊടുക്കാം. 2022 മോഡല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഓൾമോസ്റ്റ് പുതിയ വണ്ടിയല്ലേ. ഇനിയിപ്പോ നോർമൽ ഫീച്ചേഴ്സിൽ ഇപ്പൊ നമ്മളൊരു ഫാമിലിനെ കൂട്ടി വന്നാൽ അതിൽ ഒരു കുട്ടിന്റെ ആദ്യം പറയും സൺറൂഫ് വേണമെന്ന് പറയും. ഞങ്ങൾക്ക് ഒരു കേസ് ഇതേപോലെ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. അഡ്വാൻസ് ഡെലിവറിക്ക് പോകുന്ന ടൈമിലാണ് ആ കുട്ടി ഒന്ന് പറഞ്ഞത് ഈ വണ്ടി വേണ്ട, സൺറൂഫ് ഉള്ള വണ്ടി മതി. അപ്പോൾ അങ്ങനെ നോക്കുന്ന ലോ ബഡ്ജറ്റിൽ നോക്കുന്ന കസ്റ്റമർ ഉണ്ടാവും. ഇപ്പോൾ സൺറൂഫ് ഉണ്ട്, വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ലൊരു ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഫൈനലി നമുക്ക് എത്ര കൊടുക്കാം വണ്ടി? ഇത് ഒരു വർഷത്തെ ബമ്പർ ടമ്പർ ഇൻഷുറൻസ് എടുത്തിട്ട് 9,60,500 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 9,60,500 ഒരു വർഷത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസോട് കൂടിയാണ് കൊടുക്കുന്നത്. അതെ അതെ. അടുത്തൊരു KL8 രജിസ്ട്രേഷൻ, തൃശ്ശൂർ രജിസ്ട്രേഷൻ, ടൈഗുൺ. ഡീറ്റെയിൽസ് പറ. ഇത് 22 മോഡലാണ്. 2022 സെക്കൻഡ് ഓണറാണ്. ഇത് സിംഗിൾ ഓണർ ഉള്ള ടൈമിന് സെക്കൻഡ് ഓണർക്ക് ഞങ്ങൾ കൊടുത്താണ്. നമ്മൾ തൊട്ടപ്പുറത്താണ് കസ്റ്റമർ താമസിക്കുന്നത്. അതെ. ഇപ്പൊ കിലോമീറ്റർ ഏകദേശം 36,000 സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 22 മോഡലാണ്. ഇതുവരെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ആയതുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടും. നമുക്ക് വലിയ പവറുള്ള വണ്ടിയാണ്. പൊതുവെ ജർമ്മൻ വർക്കാണ്. സ്കോഡ പറഞ്ഞ പോലെ തന്നെയാണ് വരിക. മൈലേജ് കൂടുതൽ കിട്ടും. പെർഫോമൻസ് ഏകദേശം എത്ര മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം? നമുക്കൊരു സിറ്റി ഡ്രൈവിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 12 to 13 ഒക്കെ നമുക്ക് മാക്സിമം നോക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ റോഡല്ലേ, ഇപ്പത്തെ ബ്ലോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൈലേജ്. ഫോക്സ്വാഗന്റെ മൈലേജ് പൊതുവേ കുറച്ചൊരു ഡൗൺ ആണല്ലോ കമ്പാരിറ്റീവ്ലി അല്ലേ. ഇത് വേരിയന്റ് ഹൈലൈൻ പ്ലസ് ആണ്. ഹൈലൈൻ പ്ലസ് ആയതുകൊണ്ട് മിറർ ഫോൾഡിംഗ് ഉണ്ട്, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, സ്ക്രീൻ എല്ലാം വരുന്ന നല്ലൊരു ഇതുവരെ ക്ലെയിം ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. ഓപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ട്. ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനല് 11,20,000 രൂപയ്ക്ക് കൊടുക്കാം. 11,20,000. അതെ. ഫുൾ വാറന്റിയോട് കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ എഗ്രിമെന്റ് ഒന്നും തെറ്റിക്കാത്ത നമുക്ക് നല്ല 11,20,000. അത് പിന്നെ എല്ലാ വണ്ടിക്കും പൊതുവെ കൊടുക്കുന്ന എഗ്രിമെന്റ് ആണല്ലോ. എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതെ, എല്ലാ കമ്പനി വാറന്റിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്തതിൽ എല്ലാ വണ്ടി കമ്പനി വാറന്റിയിലുള്ള വണ്ടിയാണ്. എല്ലാത്ത വണ്ടിക്കുള്ള വാറന്റിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഫ്ലഡ് ഉണ്ടാവില്ല, ടോട്ടൽ ലോസ് ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വണ്ടി പഴയ വണ്ടി ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നവരെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് പരമാവധി ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഒഴിവാക്കാന്നാണ് ഷിയാൽ പറയുന്നത്. ഒരു അരമണിക്കൂർ മുന്നേ എന്നെ ഒരു കസ്റ്റമർ വിളിച്ചു, ലേഡി കസ്റ്റമറെ വിളിച്ചേ. ഞാൻ ടൈഗോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ ഷോർട്ട് സർക്യൂട്ടിൽ ഒരു വണ്ടി കത്തിയല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് വണ്ടിപരമായിട്ട് വരുന്ന സംഭവങ്ങളല്ല. നമ്മൾ പുറമേ ഒരു ആക്സസറീസ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് വരുന്ന ടൈമിൽ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വെക്കുമ്പോഴുള്ള ഇഷ്യൂസാണ് ഇതാ. കമ്പനി മാനുഫാക്ചറിങ് എങ്ങനെയാണോ വണ്ടി ഇറക്കുന്നത് ആ കണ്ടീഷനിൽ നമ്മൾ പക്കാ സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. പിന്നെ എന്തെങ്കിലും നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ അത് നമ്മൾ നോർമൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് വയർ വൃത്തിയില്ലാണ്ട് ചെയ്യുക. കമ്പനി വോക്സ് വാഗൺ ആയാലും എല്ലാ കമ്പനിയും പറയുന്നുണ്ട് നിങ്ങൾ വർക്ക് ചെയ്തോളൂ, അത് പ്ലഗ് ഇട്ട് വൃത്തിയിൽ വേണം ചെയ്യാൻ. അല്ലാത്ത പക്ഷെ അവരെന്നെ വാറണ്ടി കട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുറമെ കൊടുക്കാം, പക്ഷെ ചെയ്യുന്ന ആളുകൾ കുറച്ച് പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അതെ, അത് ഒട്ടും പുറത്ത് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല. കമ്പനി തന്നെ ചെയ്യണം, നമുക്ക് പറയാനും പറ്റില്ല കസ്റ്റമേഴ്സിനോട്. അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ 2022 മോഡൽ 34,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. എത്രയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 11,20,000 ലാസ്റ്റ് കൊടുക്കാം. അടുത്തത് കോഴിക്കോട് രജിസ്ട്രേഷൻ നിസാൻ മാഗ്നറ്റിക്. ഷിയാലെ ഡീറ്റെയിൽസ് പറയും. ഇത് 2023 വണ്ടി, നിസാൻ മാഗ്നറ്റ് ആണ്. ഗാസ എഡിഷൻ, ഒരു ലിമിറ്റഡ് എഡിഷൻ പോലത്തെ വണ്ടിയാണ്. അതിൽ നോർമൽ മിഡിൽ ഓപ്ഷനിൽ ഇല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. മിറർ ഫോൾഡിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ബാക്ക് വൈപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞ കിലോമീറ്ററാണ്. 3,500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുണ്ട്. കുറച്ച് ഓടിയിട്ടുണ്ട്, വേറും വളരെ ഉപയോഗിക്കാണ്ട് വെച്ചാണ്. അതെ അതെ, കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോൾ അങ്ങനെ അവർ കൊടുക്കാനുള്ള റീസൺ ആണ്. വളരെ കുറവാണ്. സെക്കൻഡ് സർവീസ് മാത്രമേ ചെയ്തത്. 3,500 കിലോമീറ്റർ. മെയിൻ ഹൈലൈറ്റ് കോഴിക്കോട് വണ്ടി. ബ്ലാക്ക് കളറാണ്. പിന്നെ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്ന ഒരു പൈസക്ക് ഒരു ബോഡി വെയിറ്റ് ഉള്ള, അതായത് ഒരു സ്വിഫ്റ്റിന്റെ പൈസക്ക് നമുക്ക് അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള ഒരു വണ്ടി കിട്ടുകയും ചെയ്യും. അത്യാവശ്യം സേഫ്റ്റി ഉണ്ടാവും. മിനി SUV ആവും ചെയ്ത് നമുക്ക് സേഫ്റ്റി കിട്ടും. കാണാനൊരു ലുക്കും ഉണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്ക്രീനെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാറ്റഗറിയിൽ നമ്മളിപ്പോ ഇവിടെയുള്ള വണ്ടികളൊക്കെ നോക്കുമ്പോൾ അതിന്റെ അതേ ഗണത്തിന് അതേ ലുക്കിൽ വരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് നമ്മളൊരു സ്വിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം റേറ്റ് ഒക്കെയാണ് വരുന്നത്, പഴയ സ്വിഫ്റ്റി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. നമുക്ക് 23 വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഫൈനല് ഒരു വർഷത്തെ ഇൻഷുറൻസ് അടച്ചിട്ട്
6 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 6 ലക്ഷം രൂപ നെറ്റ് എമൗണ്ട് പറഞ്ഞാൽ 6 ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് എല്ലാം കൊണ്ട് വെത്താണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ 750-800 റേഞ്ചിൽ സിവിൽ സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ വാങ്ങി കൊടുക്കാം. ഇപ്പൊ ലോൺ വെറും 15 മിനിറ്റ് കൊണ്ട് റെഡി ആയി. മലപ്പുറം, കാസർഗോഡ്, വയനാട് എല്ലാ ജില്ലയിലും നമുക്ക് ആ ഫിനാൻസ്, അത് IDFC ബാങ്കാണ്. IDFC 6.9 ഏറ്റവും കുറഞ്ഞ യൂസർ കാർഡ് ഇൻട്രസ്റ്റ് ആണ്. 6.9 15 മിനിറ്റ് കൊണ്ട് ലോൺ പാസ്സാക്കി കൊടുക്കാം. 6.9 പറയുമ്പോൾ കുറവ് തന്നെയാണ്, ഏറ്റവും കുറവാണ്. നമ്മുടെ യൂസർ കാർ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് അതാണ് 6.9. അപ്പൊ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ഓൾമോസ്റ്റ് എത്ര ശതമാനം, അതായത് വണ്ടിന്റെ മാക്സിമം നല്ല, അതാ ഞാൻ പറഞ്ഞത് 750-800 റേഞ്ചിൽ സിവിൽ സ്കോർ ഉള്ള കസ്റ്റമർ, അത്യാവശ്യം ട്രാൻസാക്ഷൻ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മാക്സിമം ഫണ്ടിങ്, മാക്സിമം ലോണും റെഡി ആക്കി തരും. അതെ, രാവിലെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ കസ്റ്റമർ രാവിലെ ട്രെയിനിൽ വരിക, വണ്ടി കണ്ട് ഇഷ്ടപ്പെടുക, കമ്പനിയോട് ചെക്ക് ചെയ്യുമ്പോൾ ലോൺ പാസ് ഉണ്ടാവും, ഡെലിവറി ആയിട്ട് പോവാം. അപ്പോൾ ഫൈനലി നമുക്കൊന്ന് റേറ്റ് കൂടെ പറഞ്ഞു കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് നിസാൻ മാഗ്നൈറ്റ് കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് വണ്ടി മോഡല് 2023 മോഡൽ 3500 കിലോമീറ്റർ. അതായത് സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എന്താ പറയുന്ന ഒരു 80-90% ലോൺ പെട്ടെന്ന് തന്നെ റെഡി ആക്കി തരികയും ചെയ്യും ലോൺ. അപ്പൊ അഗെയിൻ ഒരു വെന്യൂ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ KL30 ഡീറ്റെയിൽസ് പറയൂ. ഇത് 2022 വണ്ടിയാണ്, സെക്കൻഡ് ഓണറാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുത്ത വണ്ടിയാണ്, നമ്മൾ അബ്രോഡ് കസ്റ്റമർക്ക് കൊടുത്താണ്. അവരിപ്പോ ഓട്ടോമാറ്റിക് സെൽട്ടോസായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ 38-40 അടുത്തായിട്ട് വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. SX വേരിയന്റ് ആണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞത് പെട്രോൾ IMT ആണ്. പെട്രോൾ കാറാണ് IMT. അതായത് ക്ലച്ച് ഉണ്ടാവില്ല, മാനുവൽ ഗിയർ അതായത് മാനുവൽ ആയിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, ക്ലച്ച് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അതെ അതെ. നമുക്ക് മാനുവൽ കാറിന്റെ ഒരു, അതായത് ട്രാൻസ്മിഷൻ കാര്യത്തിൽ മാനുവലിന്റെ ഒരു ഫീലിംഗ് കിട്ടും. നമുക്ക് ലെഫ്റ്റ് കാല് ഫ്രീ ആയി കിട്ടും. ഇതാണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് IMT അല്ലേ? അതെ. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അതെ, സൺറൂഫ് ഉണ്ട്, മിറർ ഫോൾഡിംഗ് എല്ലാം ഉള്ള അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിളാണ്. പിന്നെ ഇതിന്റെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 790 ചെറിയൊരു മാറ്റം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 790 ആണ്. പിന്നെ കസ്റ്റമർ എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു ചെറിയൊരു മാറ്റം നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? സെക്കൻഡ് ടൈഗൂൺ ഡീറ്റെയിൽസ്. ഇത് KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. 2023 മോഡലാണ്. 23 മോഡലാണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 22,000 കിലോമീറ്റർ. 22,000 ഓടിയിട്ടുള്ളൂ. ആകെ 22,000 വണ്ടിയാണ്. പുതിയ വണ്ടിയാണ്. ഇതിന്റെ കസ്റ്റമർ അബ്രോഡ് ആണല്ലേ. അപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇവിടെ പാർക്കിംഗ് സെയിൽ തന്ന വണ്ടിയാണ്. ഉപയോഗിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ സെല്ല് ചെയ്ത്. അതെ അതെ. ഇപ്പോൾ ഒന്നാമത്തെ വീട്ടിൽ യൂസ് ചെയ്യാനില്ല, പ്രായമായ ഒരു അമ്മയും അച്ഛനും ഉള്ളത്, സാറ് അബ്രോഡാണല്ലേ. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചിട്ട് എത്തിച്ചു തന്ന വണ്ടിയാണ്. 22,000 കിലോമീറ്റർ ഓടിണ്ട്. ഈ വണ്ടിയുടെ പ്ലസ് ആദ്യം പറയുകയാണെങ്കിൽ 2027 വരെ വാറണ്ടിയിലാണ്, ഷോറൂം വാറണ്ടിയാണ്. സാറ് സർവീസ് പാക്കേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എടുക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് ഒരു എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ നേരെ കീ കണ്ട് കൊടുക്കുക, ഡെലിവറി എടുത്ത് പോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സർവീസ് പാക്കേജ് എല്ലാം ഉള്ള നല്ലൊരു വണ്ടിയാണ്. 2027 വരെ കമ്പനി അതെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, വാറണ്ടിയിലുള്ള വണ്ടിയാണ്. സർവീസ് പാക്കേജ് ഉണ്ട്. സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ട്. 22,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇപ്പം നിർത്തിയിടുന്ന വണ്ടിയാലും എല്ലാവർക്കും ടെൻഷനാണ്. ടയർ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. വണ്ടി നിർത്തിയിട്ടാലും വണ്ടി പക്കാ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമറാണ്. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ ഈ വണ്ടിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. എഞ്ചിൻ എങ്ങനെയാണ്? 1 ലിറ്ററിൽ ടർബോ അല്ലേ? TSI ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ് വണ്ടി. മൈലേജ് ഒരു 13-14 കിട്ടും. അതെ അതെ. പിന്നെ ഇനിയിപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് 12.5 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. 12 വരെയാണ് ചോദിക്കുന്നത്. ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്, പറഞ്ഞത് അത് ജെന്യൂൻ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്ന് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ചെറിയൊരു മാറ്റം. അതെ, വേണ്ട രീതിയിൽ ഇൻസ്പെക്ഷനിലെല്ലാം ചെയ്തിട്ട് റെഡി ആണെങ്കിൽ അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും പ്രൈസ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടൈഗൂൺ പറയൂ. ഇത് 2022 വണ്ടിയാണ്. ഹൈലാൻഡ് പ്ലസ് സെയിം വേരിയന്റ് തന്നെയാണ്. സിംഗിൾ ഓണറിൽ 40,000 ഓടി. നേരത്തെ കണ്ട അതേ മോഡൽ 40,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓണർ 1 ലിറ്ററിൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ഫീച്ചേഴ്സ് എല്ലാ ഭാഗം സെയിം ആണ്. ഒരു മാറ്റങ്ങളും ഇല്ല. മൈലേജ് വൈസ് ഒക്കെ സെയിം ആണ്. KL63 റാന്നി രജിസ്ട്രേഷൻ. പത്തനംതിട്ട ഓൾ കേരള സർവീസ് ഉണ്ട് നിങ്ങൾക്ക്. അതെ, മെട്രോ കാസ്റ്റ് നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും പർച്ചേസ് ചെയ്യും. എല്ലാ ഭാഗത്തും പർച്ചേസിംഗ് ഉണ്ട്. ഇവിടെ ഷോറൂമിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഏത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോൺ പാസ്സാക്കി കൊടുക്കാം. 6.9% ഇൻട്രസ്റ്റിൽ ലോണും പാസ്സാക്കി ചെയ്തത്. അതെ, ഇതുപോലെ മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് എല്ലാ സർവീസ് കറക്റ്റ് കമ്പനി പോണ വണ്ടിയാണ്. ഇതും വാറണ്ടിയിലാണ്. അണ്ടർ വാറണ്ടി വെഹിക്കിളാണ്. കമ്പനി വാറണ്ടിയുള്ള വണ്ടിയാണ്.
ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഈ വാഹനത്തിന്റെ റേറ്റ് 11,50,000. 11,50,000 ഫൈനൽ കൊടുക്കാം. ഇതെല്ലാം കസ്റ്റമേഴ്സ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കമന്റിൽ വില കൂടുതലാണ്. OLX ഇരിക്കുക, OLX ഇരുന്നിട്ട് നോക്കുക. ഞാൻ ഇപ്പോൾ സ്കോഡ പറഞ്ഞ പോലെ OLX നമ്മളെ റേറ്റ് എല്ലാ ഷോറൂമിനാളും ഒരു 10 രൂപ കുറവാണെങ്കിൽ മാത്രം മെട്രോ കാസിലേക്ക് വിളിച്ചിട്ട് ഡീൽ ചെയ്താൽ മതി. നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോട് എന്താ പറയുക, ചാടി പടച്ച വണ്ടി എടുക്കണ്ട. ഈ ഏരിയയിൽ കോഴിക്കോടേക്ക് വന്ന ഈ ഒരു ലൈനിൽ തന്നെ 10-25 ഷോറൂമുണ്ട് യൂസർ കാറിൻ്റെ. എല്ലാ ഷോറൂമിൽ കയറിയിട്ട് റൈറ്റിൽ നമ്മൾ എല്ലാം കൊണ്ടും ബെറ്ററാണ് തോന്നണ മാത്രം മെട്രോ കാസിൽ വരിക, ഡീൽ ചെയ്യാം. സ്വാഭാവികമായിട്ട് നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ OLX ആദ്യം ചിലപ്പോൾ ചെക്ക് ചെയ്യുക OLX പിന്നെയാണ് നമ്മൾ യൂസ്ഡ് കാർ ഷോറൂംസ് ഒക്കെ സന്ദർശിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് രണ്ടും ചെയ്തതിന് ശേഷം പല ഷോറൂമിലും പോയിട്ട് വില കമ്പയർ ചെയ്തിട്ട് മെട്രോ കാറിൽ വേണമെങ്കിൽ ഫൈനലി വരാം അല്ലേ? ഒറ്റയടിക്ക് നമ്മളിപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒറ്റയടിക്ക് തീരുമാനം എടുക്കണ്ട. എല്ലാ ഷോറൂമിലും രാവിലെ വന്ന് ഫുള്ള് കറങ്ങിയിട്ട് നമ്മളെല്ലാം കൊണ്ട് ബെറ്റർ ആണ് തോന്നുന്നത് ഡയറക്റ്റ് വരാം, നമുക്ക് ഇടപെടാം. അതായത് എല്ലാ ഷോറൂമിലും പോകുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് നോക്കുക. അതെ അല്ലേ? പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു ഷോറൂം കിടക്കാത്ത ഗ്യാരണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ തെറ്റാണ്ട് ഇന്നേ വരെ 8 വർഷമായിട്ട് കറക്റ്റായിട്ട് ഒരു ചീത്തപ്പേരുമില്ല, ഒരു ചീത്തപ്പേര് ഇന്നേ വരെ വന്നിട്ടില്ല. നല്ല കാര്യം. അപ്പോൾ എത്രയും പറഞ്ഞ ഫൈനലി പറഞ്ഞ 11.5 ലക്ഷം രൂപ. അപ്പോൾ 11.5 ലക്ഷം രൂപയ്ക്ക് 2022 മോഡൽ ഹൈലൈൻ പ്ലസ് ടൈക്കൂൺ. ഷിയാൽ അടുത്തത് നോക്കാം. നമ്മൾ അടുത്തതായി ക്രെറ്റ 2021. ഇതും 22 രജിസ്ട്രേഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. SX ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ്. പാനോറാമിക് സൺറൂഫ് എല്ലാം വരുന്ന ടോപ്പ് എൻഡ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വയർലെസ് ചാർജർ ഒഴികെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ 2 ഗിയർ ബോക്സ് ഉണ്ട്. DCT IBT എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ഉണ്ട്. ഇത് IBT ആണ് വരിക. അതായത് മൈലേജ് കൂടുതൽ കിട്ടും. DCTക്ക് മൈലേജ് കുറവായിരിക്കും, പെർഫോമൻസ് കൂടുതലാണ്. ഇത് മൈലേജ് കൂടുതലുണ്ടാവും. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ IBT ആയതുകൊണ്ട് സിംഗിൾ DCTനെക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും അല്ലേ? അതെ, ട്രാൻസ്മിഷൻ ഇതായിരിക്കും, മൈലേജ് കൂടുതൽ. അതെ, പിന്നെ സിംഗിൾ ഓണറാണ്. 46,000 കിലോമീറ്ററാണ് ഓടി. ഇതുവരെ ഒരു ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഈ സ്റ്റെപ്പ് ബാക്ക് സ്കേറ്റിംഗ് ഒക്കെ കമ്പനി തന്നെ പേയ്മെന്റ് കൊടുത്ത് ചെയ്യിപ്പിച്ച സംഭവമാണ്. കമ്പനി സ്റ്റെപ്പ് സ്കേറ്റിംഗ് എല്ലാം കമ്പനിയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 13,60,000. 13,60,000. 13,60 ബാക്കി ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷോറൂമിൽ ഒന്ന് വണ്ടി കണ്ട് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് റേറ്റിൽ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. അടുത്തതൊരു കുറച്ചൊരു ചെറിയ ബജറ്റിൽ വരുന്ന വണ്ടി, ചെറിയ നേരം വലിയ വണ്ടിയാണ് പരിചയം. നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ ഇത് 2017 സ്വിഫ്റ്റ് ആണ്. 17 മോഡൽ പെട്രോൾ VXI വേരിയന്റ് ആണ്. കിലോമീറ്റർ 49,000. സെക്കൻഡ് ഓണറാണ്. ഫൈനലി ഈ വണ്ടി നമുക്ക് 4,25 ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അടുത്തത് 2023 i10 നിയോസ് കുട്ടൻ. അതെ, ഗ്രാൻഡ് ഐട്ടന് പുതിയ ഷേപ്പ് മാറിയ ഒന്നുണ്ട്. നിയോസ് ആണ്. ഈ വാഹനം ഓട്ടോമാറ്റിക്കാ. 23 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. AMT ട്രാൻസ്മിഷൻ, സിംഗിൾ ഓണർ. ഹിൽ അസിസ്റ്റ് ഉള്ള വണ്ടിയാ. നോർമൽ AMT ഗിയർ ലാഗിങ് ഉണ്ടാവും, അതേപോലെ കയറ്റത്തിന് മുകളിൽ താഴോട്ട് ഇറങ്ങും. ഈ വണ്ടി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. കംഫർട്ട് ആയ വണ്ടിയാണ്. ഹിൽ അസിസ്റ്റ് AMT ആയതുകൊണ്ട് നല്ല മൈലേജും കിട്ടും. പിന്നെ ഉണ്ടായിന്റെ AMT എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ ആണല്ലോ ടെക്നോളജി തന്നെയാണല്ലോ. ലാഗ് കമ്പാരിറ്റീവ്ലി മാരുതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഗ് കുറവായിരിക്കും. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്. പക്ഷേ നമ്മൾ ലാഗ് കൂടുതൽ കസ്റ്റമേഴ്സ്, ഇപ്പൊ ലേഡി കസ്റ്റമേഴ്സ് ഒക്കെ വിളിക്കുകയാണെങ്കിൽ ചോദിക്കുക കാറ്റത്തിന് മുകളിൽ വണ്ടി താഴോട്ട് ഇറങ്ങൂലേന്ന്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഹിൽ അസിസ്റ്റ് സപ്പോർട്ട് ചെയ്യും കുറച്ച് സമയത്തേക്ക്. എത്ര സെക്കൻഡ് മൈലേജ് കൂടുതലുണ്ട്. 15 to 16 റേഞ്ചിൽ മൈലേജ് കിട്ടും. 16 വരെ കിട്ടും. 16 എന്തായാലും കിട്ടും. ഇതൊക്കെ എറണാകുളം വണ്ടിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കൂടി ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. 33,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി, ഷോറൂം കണ്ടീഷൻ. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,25,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. 7,25,000 i10 അല്ലേ, നിയോസ്. അതെ. അപ്പോൾ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനും അതുപോലെ നിലവിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന കാറ്റലോഗ്സും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഡ്രൈവ് അഗെയിൻ എന്നുള്ള FB പേജിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലിടുന്ന അതേ വീഡിയോസ് നിങ്ങൾക്ക് FBയിൽ കാണാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം. ബൈ ബൈ.